വളരെ വളരെ ആശ്വാസകരമാകുന്നത് ഒരൊറ്റ മനുഷ്യൻ ഇത് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിന്റെ ഒരു ലോങ് വിഷ്വൽ കൂടി കാണാൻ സാധിക്കും. അതായത് ഇതാണ് ആ കെട്ടിടം. അതിന്റെ കാഴ്ചയിൽ തന്നെ നമുക്ക് ആ ഒരു കാലപ്പഴക്കം ഫീൽ ചെയ്യും. മാത്രമല്ല ഇതിന്റെയൊക്കെ മുകളിൽ ജസ്റ്റ് ഒന്ന് ജിനു ആ ക്യാമറ നോക്കിയാൽ ഇതിന്റെയൊക്കെ മുകളിൽ വലിയ വലിയ മരങ്ങൾ അതിങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇതടക്കം ഒരുപക്ഷെ ഇതിനകത്തേക്ക് വീണാൽ ഉണ്ടാകുന്ന അപകട പ്രശ്നങ്ങൾ ഈ പരിസരത്തൊക്കെ കുട്ടികൾ വന്ന് കളിക്കുന്നതാണ്. അവിടെ അടക്കം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ, കുട്ടികൾക്കടക്കം അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഈ കെട്ടിടം അടുത്തറിയാൻ കാരണം മുൻപ് നമ്മളുടെ ബ്യൂറോ പ്രവർത്തിച്ചത് ഈ കെട്ടിടത്തിന് 2 കെട്ടിടം അപ്പുറത്തേക്ക് മാറി മാത്രമാണ്. അതുകൊണ്ട് ഈ സ്ഥലമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഏതായാലും ഈ മന്ദിരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ, ആ 3 ഭാഗങ്ങളാണ് അടർന്ന് താഴേക്ക് വീണത്. അവിടെ ഇപ്പോൾ നഗരസഭാ പ്രതിനിധിയുടെ ആദ്യഘട്ട ന്യായീകരണമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നഗരസഭയ്ക്ക് അക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിന്, നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന് ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അത് വളരെ പ്രധാനമാണ്. ഏതായാലും വൈകിട്ട് 5:15 കൂടിയാണ് ഈ അപകടം സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പറയുന്ന അട്ടകുളങ്ങര സെൻട്രൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വരുന്ന സർവശിക്ഷാ അഭിയാന്റെ പ്രധാനപ്പെട്ട മുൻപ് സ്കൂളായി പ്രവർത്തിച്ചിരുന്ന വിഭാഗമാണ്. അത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപെന്തോ മറ്റുമാണ് അത് പൈതൃക മന്ദിരമാക്കി മാറ്റി. അതിനുശേഷം അവിടെ ഈ പറയുന്ന ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് 20ഓളം ഓഫീസർ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ, തൊട്ടപ്പുറത്തെ മുറിയിൽ കോൺഫറൻസ് ഹാൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. മേൽക്കൂര, അതായത് 3 പ്രധാനപ്പെട്ട ക്ലാസ് റൂം എന്ന് നമുക്ക് പറയാനും അവിടെ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ 3 ക്ലാസ് റൂമുകളുടെ മേൽക്കൂര, അതിന്റെ കഴുക്കോളടക്കമുള്ള കാര്യങ്ങൾ തകർന്ന് താഴേക്ക് പതിച്ചതാണ് ഈ അപകടം. വളരെ ആശ്വാസമായത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല, ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉന്മേഷ്, ഓഫീസ് സമയത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.